ഇഷാന്റെയും ധ്യാനിന്റെയും നിവേദിന്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ടൗൺഷിപ്പിലെ വീട്ടിൽ നിവേദിന്റെ കൂട്ടുകാർ പാടുകയാണ്. ഉരുൾക്കൊണ്ടുപോയ 3 കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും ഓർമ്മയിൽ സയനയും അനീഷും ടൗൺഷിപ്പിലെ വീട്ടിൽ താമസമായി. അവർക്കൊപ്പം ദുരന്തഭൂമി മുതൽ ഇവിടെ വരെ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിയവരെല്ലാം എത്തി. സയനയും അനീഷും വീട് താമസിക്കാൻ നേരത്തെ അവർ തയ്യാറായെങ്കിലും നിയമസഭ കഴിഞ്ഞ് ഞാനുകൂടി വന്നിട്ട് ഒരു തീയതി തീരുമാനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അവർക്കും എനിക്കുമൊക്കെ സൗകര്യമായിട്ടുള്ളൊരു ദിവസം അവിടേക്ക് വരിക എന്നുള്ള ഒരു കടമയാണ് നിറവേറ്റിയത്. സഹോദരിയുടെ വീട് താമസത്തിൻ്റെ വികാരമാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. ഈ വീട്ടിൽ മാത്രമല്ല, പൊതുവെ വീടുകളിൽ പോകുമ്പോഴും ആ വികാരമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ധ്യാനിൻ്റെയും ഇഷാൻ്റെയും നിവേദിൻ്റെയും ഒക്കെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് നമ്മളവിടെ ഒരു ചെറിയ മുറി തയ്യാറാക്കിയിട്ടുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടി സ്റ്റഡി റൂമായിട്ടാണ് ആ മൂലയ്ക്കിലുള്ള മുറി തയ്യാറാക്കിയത്. ഇവിടെ ഇപ്പോൾ തൽക്കാലം പഠിക്കാൻ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ മാത്രം അതിനകത്തുണ്ടാകട്ടെ എന്ന് കരുതി ഒരു പൂജാമുറി പോലെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായി കണ്ട ഒരു മുറി അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. സയന ഉൾപ്പെടെ 178 കുടുംബങ്ങളും ഇപ്പോൾ പുതിയ വീടുകളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് സന്തോഷകരമാണ്. മഴയ്ക്ക് മുമ്പ് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിലും വളരെ സന്തോഷമുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ചുമരിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ, പഠനമുറിയാകെ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ. ഇഷാന്റെയും ധ്യാനിന്റെയും നിവേദിന്റെയും ഓർമ്മകളിൽ 3 ബ്രദേഴ്സ് എന്ന വീട്ടിൽ ഇനി സയനയും അനീഷും ജീവിക്കും. പി ബി ജോഷില, കൈരളി ന്യൂസ്, വയനാട്.